ജയൻ്റെ മരണത്തോടു കൂടിയിട്ട് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട ഒരു നടനാണ് രതീഷ്. 150ഓളം മലയാള സിനിമയിൽ അഭിനയിച്ച അദ്ദേഹം. ജയൻ്റെ മരണശേഷം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് അടിച്ച് കയറുകയുണ്ടായത്. അതിൽ ഏറ്റവും വലിയ ബ്രേക്കായി നിന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുഷാരം എന്നൊരു സിനിമയിൽ ജയന് വേണ്ടി ഉണ്ടാക്കിയുള്ള ഒരു കഥാപാത്രമാണ്. അത് ലാസ്റ്റ് രതീഷ് ചെയ്യേണ്ടി വന്നു. ആ ഒരു പടമാണ് രതീഷിനെ ഉന്നതങ്ങളിൽ എത്തിച്ചത്. ആദ്യ ചിത്രം വേഴാമ്പലാണ്. അത് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഉൾക്കടൽ എന്ന് പറഞ്ഞൊരു പടം വന്നു. ആ പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറാവാൻ ചെന്നാണ് KG ജോർജ് പറഞ്ഞു, നീ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അത് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു ക്യാരക്ടർ, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ക്യാരക്ടർ, അത് ഗംഭീരമായിട്ട് രതീഷ് ചെയ്തു. അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റാണ് ഉൾക്കടൽ. നല്ല പാട്ടുകളുള്ള ഒരു പടമാണ്. അതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു നായക നടനെ കിട്ടണം. ഒരു പൂച്ചക്കണ്ണുള്ള നായക നടനെ, പൗരുഷമുള്ളൊരു നടനെ. പൗരുഷമുള്ള നടൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നല്ല പൗരുഷമുള്ള നടനാണ്. അതുപോലെ മോഹൻലാലിന് പൗരുഷം കുറച്ച് കുറവാണ്. അപ്പോൾ അതുപോലെ ഒരു നടനെ മലയാള സിനിമയ്ക്ക് കിട്ടണം. ഇന്ന് വരെ മലയാള സിനിമയ്ക്ക് രതീഷ് പോയ സിംഹാസനത്തിൽ ഇരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അത്രയും നല്ലൊരു നടനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാജാവിൻ്റെ മകൻ, ഈ നാട്, അടിമകൾ ഉടമകൾ, ഇങ്ങനെ 1990 വരെ മൂപ്പര് നിറഞ്ഞു നിന്നു. 90ഓട് കൂടി മൂപ്പര് ഒരു ബ്രേക്ക് എടുത്തു. മൂപ്പരെ ജീവിതശൈലിയൊക്കെ മാറി. അങ്ങനെ 2-3 പടം സ്വന്തമായിട്ട് നിർമ്മിച്ചു. അതിൽ കണ്ടമാനം പൈസ പോയി, ഒരുപാട് കടം വന്നു. അത് കഴിഞ്ഞ് ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാണ് പിന്നെ നമ്മുടെ കമ്മീഷണർ എന്ന പടത്തിലാണ് പിന്നെ മൂപ്പര് തിരിച്ചു വരുന്നത്. മൂപ്പര് കല്യാണം കഴിച്ചു നോക്കുന്നത് മുൻ മന്ത്രി ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ആ മകളെയാണ് കല്യാണം കഴിച്ചത്, ഡയാന. അപ്പോൾ ഡിസംബർ 8-ാം തീയതി, ശരിക്കും പറഞ്ഞാൽ 2014 ഡിസംബർ 8-ാം തീയതി ആൾക്ക് നെഞ്ചുവേദന വരുന്നത്. നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ കിംസ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിച്ചില്ലെങ്കിൽ, അദ്ദേഹം ഇപ്പം മരിക്കേണ്ട ആളൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിട്ടയില്ലാത്ത ജീവിതം കൊണ്ടാണ് അദ്ദേഹം മരണത്തിന് ഇടയാക്കിയത്. അദ്ദേഹത്തിൻ്റെ മക്കൾ സിനിമയിൽ എവിടെയും എത്തിയിട്ടില്ല. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ഒക്കെ പാവങ്ങളാണ്. അവർക്ക് എവിടെ ഇടിച്ചു കയറി ചാൻസ് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. സിനിമാ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമാ നടന്മാരെ, ഒരു കഴിവില്ലാത്ത നടന്മാരെ മക്കൾ കോടികൾ കൊയ്യുമ്പോൾ ഇവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അവരെ മകൾ നായികയായി അഭിനയിച്ചു. ആ പടം വലിയ മെച്ചപ്പെട്ടില്ല. അതുപോലെ തന്നെ മകൻ ഇപ്പോൾ ചെറിയ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കുന്നത്. അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ വളർത്തിയുണ്ടാക്കിയത്. മദ്രാസിലൊരു റിസപ്ഷനിസ്റ്റായിട്ട് നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അത്രയും ദയനീയമാണ്. ഒരുപാട് കട ഉണ്ടാക്കിയിട്ടാണ് രതീഷ് മരിച്ചത്. ഇതൊക്കെയാണ് രതീഷിനെ ഏറ്റവും അധികം തകർത്ത. രതീഷിൻ്റെ മക്കൾ സിനിമയിൽ വരുന്നത്, സിനിമയിലെ ഉള്ളിലുള്ളവർക്ക് പലർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് രതീഷിൻ്റെ മക്കളെ ഉയർച്ചയെ എല്ലാവരും തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് അച്ഛൻ മരിച്ചാൽ പിന്നെ മക്കളെ പലർക്കും ആവശ്യമില്ല. മമ്മൂട്ടി, മോഹൻലാലൊക്കെ ജീവിച്ചിരിക്കുന്ന കാരണം മക്കളെല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പോൾ ഏതൊരു നടൻ്റെ ആയാലും അതെ, വളരെ അപൂർവം നടന്മാർ മാത്രമാണ് മരിച്ചതിന് ശേഷം മക്കൾ കയറി രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇവിടെ രതീഷിൻ്റെ മക്കൾ വരുന്നതിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ തടസ്സം നിൽക്കുന്നത് എന്നാണ് സിനിമാ ലോകത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച് മകൾ പോയി, ഏതെങ്കിലുമൊക്കെ സൈഡ് റോളിൽ അഭിനയിച്ച് മകനും നിൽക്കുന്നു. കഷ്ടം.